എന്താ ബാക്കി എന്റെ പെങ്ങളെ കെട്ടിക്കാൻ വെച്ച കാശെടുത്താ ഇതില് ചേർന്നത്. എന്നിട്ട് പോളെന്താക്കണ്? ഒന്നും ആക്കുന്നില്ല. ഉള്ള കല്യാണം കഴിയാതെ വീട്ടിൽ നിൽക്കുക. അല്ല, ഓളങ്ങനെ വെറുതെ വീട്ടിൽ കുത്തിരിക്കണ്ട. ഞമ്മക്ക് അങ്ങനെ ജാതി മതം വിസയുള്ള കാര്യമല്ല. വേണമെങ്കിൽ ഒരു വൃത്തിയായിട്ട സംസാരം സംസാരിക്കരുത്. ഈ സഞ്ചിയും തൂക്കി നടന്ന് എന്റെ കാല് തേഞ്ഞു. അല്ലോ, അന്റെ കാലം എന്താ റബ്ബർ കൊണ്ട് ഉണ്ടാക്കിയാ? നിങ്ങളെന്താ കളിയാക്കുന്ന? 19,000 രൂപ നഷ്ടം വന്ന എന്റെ ആദ്യത്തെ കച്ചവടമായത്. മര്യാദക്ക് എന്റെ കാശ് തിരിച്ചു തന്നില്ലെങ്കിൽ അഴി എണ്ണിക്ക് നിങ്ങളാ ഞാൻ. അയി നമ്മൾ എണ്ണിക്കോളും. അയ്യല്ലേ അയി നമ്മളൊണ്ണു. അതിനാ നമ്മൾ 5ാം ക്ലാസ് വരെ പഠിച്ചേ. മോനെ പേരക്കുട്ടിയെ ഇതാരത്? ഇത് മനോജ്. എവനും വാങ്ങിച്ച 50,000 രൂപ സാധനങ്ങൾ. രണ്ടാളും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ നമ്മൾ ചേർത്തുന്നുള്ളത് നേരാ. പക്ഷെങ്കിൽ നിങ്ങൾ 2 കൂട്ടരെ ചേർക്കണോ? ഒരു 4 കൂട്ടരെ ചേർക്കുമ്പോഴാണ് മുമ്പക്ക് തിരിച്ച് കായ് കിട്ടണം. അതാണ് നമ്മളെ കണ്ടീസേ. അതിന് ഇതിനകത്ത് ചേരാൻ ഒരു പൂച്ചയെങ്കിലും വരണ്ടേ? ഇതാണല്ലോ കുഴപ്പോ. നാട്ടിൽ ഇത്രയും മനുഷ്യന്മാരല്ലോ നിങ്ങൾ പൂച്ചക്കുട്ടികളെ ഇതിനകത്ത് ചേർക്കണേ. ഒരുമാതിരി വളിച്ച കോമഡി അടിക്കല്ലേ. മൊയ്തുക്ക, ക്രൈം ബ്രാഞ്ചിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു സെല്ലുണ്ട്. മര്യാദക്ക് ഞങ്ങളുടെ കാശ് 2 ദിവസത്തിനകത്ത് തന്നില്ലെങ്കിൽ അവിടെ പരാതി കൊടുക്കും. ഞാൻ പറഞ്ഞേക്കാം. ഓൻ പറഞ്ഞാൽ ചെയ്താലോ? ഇനിയിപ്പോ സത്യശീലനടെ പോയി തപ്പുക. നിങ്ങളുടെ വഴിയൊക്കെ അറിയോ മോളെ? അവിടെ കമലയിൽ ചോദിച്ചപ്പോ കടക്കാരൻ പറഞ്ഞു. അമ്മായി, അമ്മായിക്ക് സുഖം തന്നെയല്ലേ? ഓ, എന്ത് സുഖം മോളെ. അമ്മായിയുടെ ചായപ്പൊടി കമ്പനി പൊട്ടി. അപ്പൊ വട്ടായി പോയ അമ്മായി? അതൊന്നും സാരമില്ല അമ്മായി. പൊട്ടിയാലും ദേ അമ്മായിക്കും അമ്മാവനും സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വഴിയും കൊണ്ടാ ഞാനും ലോലിതേട്ടനും വന്നിരിക്കണേ. മുറ്റത്ത് ഇതാ പൈസ ഇങ്ങനെ കുമിഞ്ഞു കൂടും. അയ്യോ, മുറ്റത്തിടാൻ പറ്റൂല കേട്ടോ മോളെ. അവിടെ എനിക്ക് നെല്ലിക്കാനല്ലേ. ഈ അമ്മായിയുടെ ഒരു തമാശ. അമ്മായി, ഞാൻ പറയുന്നത് കേക്ക്. നമ്മൾ ഈ കടയിൽ നിന്ന് ബ്രഷും പേസ്റ്റും ഒക്കെ വാങ്ങുമ്പോഴേ അതിന്റെ കമ്മീഷൻ ആർക്കാ കിട്ടണേ? കടക്കാരനല്ലേ. ഇനി ആ കമ്മീഷൻ നമുക്ക് കിട്ടും. അയ്യോ, അപ്പൊ ആ പാവം കടക്കാരൻ എങ്ങനെ ജീവിക്കും മോളെ? അവർക്കും ജീവിക്കണ്ടേ? എന്റെ അമ്മായി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അമ്മായി നേരെ ഈ കഞ്ഞി വെച്ച് പുട്ട് കുത്തി കഞ്ഞി വെച്ച് നടന്നാ മതിയോ? അതിന് പകരം ഞങ്ങളുടെ കമ്പനി, അതായത് പണാവി കമ്പനി, അതില് ചേരണം. ചേർന്ന് കഴിഞ്ഞിട്ട് അമ്മായി വേറെ 2 പേരെയും കൂടി ചേർത്തണം. എന്നിട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കമ്പനിന്ന് വാങ്ങണം. അപ്പൊ അമ്മായി വാങ്ങിക്കണതിന്റെ കമ്മീഷൻ ആവില്ല, അവര് വാങ്ങിക്കണതിന്റെ കമ്മീഷൻ അമ്മായിക്ക് കിട്ടും. പിന്നെ അവര് വേറെ 2-3 പേരെ ചേർക്കുമ്പോ അതിന്റെയും കമ്മീഷൻ അമ്മായിയുടെ കയ്യിൽ വരും. വീട്ടില് വെറുതെ ഇരുന്നാ മതി അല്ലേ? മുറ്റത്ത് പണം കുന്നുകൂടും. അപ്പൊ ഈ കുന്നുകൂടുന്ന പൈസ നമ്മൾ എന്ത് ചെയ്യും മോളെ? ഈ കുന്നുകൂടുന്ന പൈസയൊക്കെ നമ്മൾ JCB വെച്ച് ഇങ്ങനെ മാന്തി എടുക്കും അമ്മായി. നിങ്ങൾ ഞങ്ങളെ ചേർക്കും. പക്ഷെ ഞങ്ങള് ചേർക്കുന്നവര് മറ്റാരും ചേർത്തില്ലല്ലോ. കണ്ണി പൊട്ടൂലേ? കമ്മീഷൻ കിട്ടുമോ? കണ്ണു പൊട്ടിയാ കച്ചവടം പൊട്ടും. അമ്മായി വട്ടായി പോവും. ഈ എരണം കെട്ടവനെ ഞാൻ കണ്ടപ്പോഴേ ഞാൻ ഓർത്ത് എന്തോ ഏശനെയും കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളെ പറ്റിക്കാനാണെന്ന്. നിനക്ക് എന്റെ കൈന്റെ ചൂടറിയാല്ല. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലല്ല തേമ്പ് ഞാൻ പോവണം. അമ്മായി പൊന്നമ്മായി പോട്ടെ, ഇപ്പൊ തൃപ്തിയായല്ലോ. എന്ത് പറഞ്ഞാലും കെണിച്ചോണ്ടിരുന്നോളും. 3 ലക്ഷം കൊണ്ട് നശിപ്പിച്ചപ്പോ സമാധാനമായല്ലോ. വെയിൽ കൊണ്ട് മനുഷ്യന്റെ മുഖം കരിവാളിച്ചത് മാത്രം ബാക്കി. എന്റെ ഗ്ലാമർ പോയതില്ല നിന്റെ വിഷമം? നിങ്ങളുടെ ഗ്ലാമറോ? എന്താടി, എനിക്ക് ഗ്ലാമർ ഇല്ലേ? എന്നെ കൊണ്ട് വലുതും പറയിപ്പിച്ചാണ്ടല്ലോ. കണ്ടവരുടെയൊക്കെ വാതിലിൽ മുട്ടി മുടക്കിയ കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി സാധനം വിറ്റ് തളിക്കാന്ന് വിചാരിച്ചപ്പോ ആർക്കും സാധനം വേണ്ട. വീട്ടിൽ കുമിഞ്ഞു കൂടി കിടക്കണ്ടല്ലോ, പോയി എടുത്ത് പിഴുങ്ങി തിന്ന്. എന്താ പറഞ്ഞാലും എന്ന് പറഞ്ഞു ചിരിക്കും. വീട് പണിയാനുള്ള കാശും പോയി, തയ്യല് നിർത്തിന്ന് പറഞ്ഞ പണിയും കളഞ്ഞു. പണിയും പോയി, പണവും പോയി. പണാവിയെങ്കിലും പോവാതിരുന്നാ മതിയായിരുന്നു. നീ പോയില്ല. പോളാ പോയി പോയി